ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗാർത്ത് മൗണ്ടെയിൻ വോക്കിംഗ് ട്രയലാണ്. ഒരടിപൊളി സ്ഥലമാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. നല്ലൊരു വോക്കിങ്ങിന് കുറച്ച് എക്സസൈസൊക്കെ ആകുമല്ലോ. കുറച്ച് ഒരു ഹില്ലിലോട്ട് കയറി പോകണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കുറേ വഴികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ നോക്കി പോകണം. അപ്പം കുറച്ച് ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം ഇത് എവിടെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്യേണ്ടത്, പിന്നെ എവിടെ നിന്ന് തുടങ്ങണം. ഇതിൻ്റെ ഈ ഹില്ലിൻ്റെ 4 കോണിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും പല വോക്കിംഗ് ട്രയലിൽ പല ഏരിയയിൽ കൂടെ നമുക്ക് പോകാം. വിൻ്ററിൻ്റെ തണുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരിച്ചിരി വെയിൽ പുറത്തോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിയത്. ഇച്ചിരി വെയിലൊക്കെ കൊള്ളണ്ടേ, സമ്മർ ആകുമല്ലേ, സമ്മർ. അപ്പോൾ അതിൻ്റെ തുടക്കമാണിത്. ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഔട്ടിംഗ് ആണ് ഈ സമ്മറിലേക്ക്. ചിലപ്പോൾ കള്ളമല്ലായിരിക്കും. ഇച്ചിരി പാടൊക്കെ തന്നെയാണ് കേട്ടോ, കുറച്ചങ്ങ് കയറാനൊക്കെ ഉണ്ട്. നമ്മളിനാണേലും ശ്രമിച്ച് നോക്കാം. നമ്മുടെ മലയാറ്റൂർ മലയൊക്കെ നമ്മൾ കയറിയിട്ടുള്ളതല്ലേ, അതുപോലെയൊക്കെയാണെന്ന് കരുതാൻ നമുക്കങ്ങ് കയറി പോകാം. തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ വെയിലും കൊണ്ട് പയ്യെ ഇലകളൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് ഈ സമ്മറിലേക്ക്. എന്നെ അടിപൊളിയാണെന്നറിയാവോ. സമ്മർ ആകുമ്പോൾ ഇതിന് മറ്റൊരു ലുക്കായിരിക്കും. ഈ ചെടികളിലും മരങ്ങളിലും നിറച്ചു ഇലകളും പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കും. മറ്റൊരു ലുക്കാണ്, മറ്റൊരു കളറാണ്, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ച് ഇത് കാഴ്ചകളും കണ്ട് അങ്ങ് കയറിപ്പോകാനേ. ഇതൊക്കെ നല്ല പേഴ്സണലായിട്ടുള്ള ഫാമുകളൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് കുറേ ആടുകളും കുതിരകളും ഒക്കെ ആയിട്ടുണ്ട്, അകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്ക് പുല്ല് മേഞ്ഞ് നടക്കാനുള്ള ഏരിയ ആണത്. നമുക്ക് അകത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അത് പ്രൈവറ്റ് ഏരിയ കേട്ടോ. ഇനിയുള്ളത് അങ്ങ് കയറി പോകണം. ഒരുപാട് അങ്ങ് കയറാനുണ്ട്, ഒത്തിരി കട്ടിയാട്ടോ. ഇത് കണ്ടോ, ഇത് ഏത് പോസ്റ്റ് തന്നിട്ടുണ്ട്, ഇത് ഏത് വഴിയാണ് പോകേണ്ടത്, വഴിയൊക്കെ കാണിക്കുന്നുണ്ട്. പല വഴിക്ക് പോയി നമ്മൾ മിസ്സാകണ്ടല്ലോ. ആ കുന്ന് നല്ലൊരു മൊട്ടക്കുന്നിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ യാത്ര. ഈ കുന്ന് കയറി കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ചായ കുടിക്കാനായിട്ട്, അല്ലെങ്കിൽ പബ്ബായിട്ടും ഉണ്ട്. 2 നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷേ ലോക്ക്ഡൗണും കൊറോണയും എന്തിൻ്റെയൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഷോപ്പൊന്നും തുറന്നിട്ടില്ല. നിങ്ങൾക്കറിയാവോ, ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഈ കുന്നിൻ്റെ മുകളിൽ വലിയ സൈക്കിളുമായിട്ട് നമ്മൾ തന്നെ എങ്ങനെയാണ് കയറിപ്പോകുന്നതെന്ന് നമുക്കേ അറിയത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ അവർ വലിയ സൈക്കിളും ചുമന്നുകൊണ്ട് കയറി വരും. സൈക്കിൾ ചുമക്കുവാണോ, ചവിട്ടി കയറ്റുവാണ്. എന്നിട്ട് മുകളിൽ നിന്ന് ഈ കുന്നിൽ നിന്ന് ഒറ്റ പോക്ക. എൻ്റെ പൊന്ന് തമ്പുരാനെ, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ മൊട്ടക്കുന്നിൻ്റെ മുകളിലെത്തി. ഇതിൻ്റെ സൈഡായിട്ട് വേറെയും മലകളൊക്കെ ഉണ്ട്. ഒത്തിരി വലിയ എക്സ്പേർട്ട് ആൾക്കാരൊക്കെയാണ്. ഇതുപോലെ പല മൊട്ടക്കുന്നുകളും ഇതിൻ്റെ പല സൈഡുകളും ഒക്കെ ഉണ്ട്. അവിടെ എല്ലാം പോകും. നമ്മുടെ കപ്പാസിറ്റി തീർന്നുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എന്നിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് കാഴ്ചകളും കണ്ട് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പയ്യെ താഴോട്ട് ഇറങ്ങണം, മലയിറങ്ങണം. പിന്നീട് ഒരു പ്രാവശ്യം വരുമ്പോൾ നമുക്ക് മറ്റൊരു സൈഡിലും അപ്പുറത്തെ സൈഡിലും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കാണാൻ പറ്റും. ഈ പ്രായത്തിൽ സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏത് പ്രായത്തിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്?